ഏറെ കാലിക പ്രസക്തമായ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മൻ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഒരു ധർമ്മ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ സമരത്തിൻ്റെ വിഷയത്തെക്കുറിച്ചൊക്കെ തന്നെ ഇതിനു മുന്നേ സംസാരിച്ചവർ വളരെ സവ്യസ്തരം പ്രതിപാദിച്ചത്. കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക അവസ്ഥയിൽ ആനയും കടുവയും SFIയും പിണറായി വിജയനും കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്നുള്ളിടത്താണ് ഈ സമരത്തിൻ്റെ പ്രത്യേകത. കാട്ടിൽ പോയാൽ ആനയോ കടുവയോ പിടിക്കും, നാട്ടിലിറങ്ങിയാൽ പിണറായി വിജയനോ SFIക്കാരോ കൊല്ലും. ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പാണ്, മരണം ഉറപ്പാണ് എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക അവസ്ഥ. കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പുറത്തു വന്നപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണം ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് അതിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ തന്നെ ക്രമസമാധാന നില തകർന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇരിക്കുന്ന കസേരയിൽ ഒരു വാഴ കൊണ്ടുവച്ചാൽ ഇതിലും ഭേദമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസിന് പറഞ്ഞു വെക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് പാലക്കാട് ചെന്താമര എന്ന് പറയുന്ന വ്യക്തി 2 പേരെ വെട്ടിക്കൊന്നത്. എങ്ങനെയാണ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്? ഇയാൾ കൊല്ലങ്ങളോളം ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് പരോൾ ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നെന്മാറയിലെ നാട്ടുകാർ ചെന്ന് പോലീസിൽ പരാതി കൊടുത്തു. ഒരു കാരണവശാൽ ഇയാൾക്ക് പരോൾ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ പരാതികൾ വകവെക്കാതെ പോലീസ് അയാൾക്ക് പരോൾ കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ഇയാൾ പരോളിൽ ഇറങ്ങുന്നതിന്റെ തലേനാൾ രാത്രി ഇയാളുടെ വീടിന്റെ അടുക്കലെ നാട്ടുകാർ സംഘം ചേർന്ന് ആ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പരോൾ കൊടുത്താലും ഇയാൾ ആ നാട്ടിൽ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ അതും പോലീസ് അവഗണിച്ചത് കൊണ്ടാണ് പിറ്റേന്നാൾ ആ നാട്ടിലേക്ക് കടന്നു വരികയും വീടിന്റെ അടുക്കലുള്ള 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് ആ പാലക്കാട് സ്ഥിതിവിശേഷം ഉണ്ടായത്. അതിന് 2 ദിവസം മുമ്പാണ് നമുക്കറിയാം കേരളത്തിൽ പ്രിയപ്പെട്ട INTUCയുടെ സമാരാധ്യരായ സഹപ്രവർത്തകർ ഇതാ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട ശ്രീ ഫിലിപ്പ് ജോസഫിന്റെ നേതൃത്വത്തിൽ INTUCയുടെ പ്രവർത്തകർ ഈ ധർമ്മ സമരത്തിന് പിന്തുണ അർപ്പിക്കുന്നതിന് വേണ്ടി ഇതാ കടന്നു വരികയാണ്. അവരെ ഹൃദയാഭിവാദ്യങ്ങൾ ചെയ്യുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ചാണ്ടി ഉമ്മ നേതാവേ, ചാണ്ടി ഉമ്മ നേതാവേ, ഞങ്ങളുടെ ഓമന നേതാവേ, ഞങ്ങളുടെ ഓമന നേതാവേ, INTUC പ്രസ്ഥാനം, INTUC പ്രസ്ഥാനം ഒന്നിച്ചൊന്നായി പറയുന്നേ, ഒന്നിച്ചൊന്നായി പറയുന്നേ, ഞങ്ങളുടെ ഓമന നേതാവേ, ഞങ്ങളുടെ ഓമന നേതാവേ, ചാണ്ടി ഉമ്മ നേതാവേ, ചാണ്ടി ഉമ്മ നേതാവേ, ചോര തരാം നീര് തരാം ജീവൻ വേണേ തന്നേക്കാം, ചോര തരാം നീര് തരാം ജീവൻ വേണേ തന്നേക്കാം. ചോരയും നീരൊക്കെ കൊടുക്കണമെങ്കിൽ പിണറായി വിജയൻ ബാക്കി വല്ലതും വെക്കണ്ടേ? അതുണ്ടാവില്ല. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ്. ഇപ്പൊ എന്റെ നാട്ടിൽ ചോറ്റാനിക്കരയിൽ 2 ആഴ്ച മുമ്പാണ് ഒരു പെൺകുട്ടിയെ കാമുകൻ വന്ന് തലക്കടിച്ചു കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അത് മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടായിരുന്നു. അതിനും ഒരാഴ്ച മുമ്പാണ് ഒരമ്മയെ സ്വന്തം മകൻ കുത്തിക്കൊലപ്പെടുത്തിക്കൊണ്ട് അയാൾ നടത്തിയ പ്രസ്താവന, എനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതിഫലമാണ് ഞാൻ ഈ തരുന്നത് എന്ന് സ്വന്തം പെറ്റമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ പറഞ്ഞു എന്നുണ്ടെങ്കിൽ കേരളത്തിലെ മയക്കുമരുന്നിന്റെ തോത് എത്രമാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനും ഒരാഴ്ച മുമ്പാണ് കൊല്ലത്ത് നിന്ന് 2 കൊലപാതക കേസിലെ ഒരു പ്രതിയെ ശ്രീനഗറിൽ നിന്ന് പിടിക്കുന്നു. അയാൾ കൊല ചെയ്തത് ഒന്ന് സ്വന്തം മുത്തശ്ശനെ, രണ്ടാമത് കൊല ചെയ്തത് സ്വന്തം അമ്മയെ.
ഇയാൾ ഈ 2 കൊലപാതകത്തിന് ശേഷവും പോലീസിൽ പിടികൂടി കഴിഞ്ഞിട്ടും അയാളുടെ മുഖഭാവത്തുണ്ടായത് ചിരിയായിരുന്നു എന്ന് പറയുമ്പോ കേരളത്തിലെ ലഹരി മാഫിയ എത്രമാത്രം ശക്തമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കേരളത്തിലുടനീളം ക്രമസമാധാനം തകർന്നു നിൽക്കുന്ന കാഴ്ച നമുക്കറിയാം. ലഹരിയുടെ ഉപയോഗം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ആകെ 2 സ്ത്രീകൾക്കാണ് കേരളത്തിൽ നീതി ലഭിച്ചിട്ടുള്ളത്. ആരാണവർ? ഒന്നാമത്തെ സ്ത്രീയുടെ പേര് ഹണി റോസ്, രണ്ടാമത്തെ സ്ത്രീയുടെ പേര് ഷെറിൻ. ഈ 2 പേർക്ക് ഒഴിച്ച് വേറെ ആർക്കും നീതി ലഭിച്ചിട്ടില്ല. ഹണി റോസിന് നീതി ലഭിച്ചു. അത് കുടുംബമല്ലേ? പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുടുംബസ്നേഹിയാണ് എന്നുള്ളത് ശ്രീ KPC പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ അത് കുടുംബത്തിനാണ്. അത് പോട്ടെ. ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഹണി റോസ് ഒരു പരാതി പറഞ്ഞപ്പോ കേരളത്തിലെ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു. പിറ്റേന്നാൾ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പിടിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ആരാണ് സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി. ആരായിരുന്നു പി ശശി? പി ശശി എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിയുടെ MLA-യുടെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് 5 കൊല്ലം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തി. ഈ വ്യക്തിയാണ് കേരളത്തിൽ സ്ത്രീത്വം സംരക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സംഘത്തിന്റെ തലവൻ. ഇയാളുടെ നേതൃത്വത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു, അകത്താക്കിക്കോട്ടെ, കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, പക്ഷേ ആ സമയത്ത് തന്നെയാണ് കൂത്താട്ടുകുളത്ത് മുനിസിപ്പാലിറ്റിയിൽ ഒരു സംഭവം ഉണ്ടായി. കലാരാജു എന്ന് പറയുന്ന ഒരു കൗൺസിലർ. ആരായിരുന്നു ഈ കൗൺസിലർ? 25 കൊല്ലമായി CPM-ന്റെ പാർട്ടി മെമ്പറായ, CPM-ന്റെ ഭാരവാഹിയായ, CPM-ന്റെ കൗൺസിലറായ ഒരു സ്ത്രീ. അവർക്ക് ഒരു പ്രശ്നം വന്നപ്പോ പാർട്ടി സഹായിക്കാനുണ്ടായില്ല. എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്കറിയുമോ? ഈ കലാരാജു അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് CPM-ന്റെ സഹകരണ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്തു. ഈ ലോൺ എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ കോവിഡ് വന്നപ്പോ ഈ കലാരാജുവിന്റെ ഭർത്താവ് കോവിഡ് കാരണം മരണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ആ ലോൺ തിരിച്ചടവ് മുടങ്ങുന്നു. ഉടൻ പാർട്ടി അങ്ങ് ഇടപെടുകയാണ്. പാർട്ടി പറയുന്നു, ഞാൻ സഹായിച്ചു കൊള്ളാം, കലാരാജുവിന്റെ ഈ കടം തീർക്കാൻ പാർട്ടി സഹായിക്കാം. അങ്ങനെ ഏരിയ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ പാർട്ടിയുടെ ഭാരവാഹികളും ഇവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. എങ്ങനെയാണ് സഹായിക്കുന്നത്? ഈ കലാരാജുവിന്റെ MC റോഡിന്റെ സൈഡിലുള്ള 1.25 കോടി രൂപയുടെ വസ്തു അത് വിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 1.25 കോടി രൂപയുടെ വസ്തു ഈ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം ഇടപെട്ട് വിൽപ്പന നടത്തുന്നു. ബാങ്കിൽ കടമുള്ളത് 20 ലക്ഷം രൂപയാണ്. ഇവർക്ക് മറ്റൊരു വീട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു CPM-കാരൻ ഒരു കാട്ടുമുക്കിൽ പണിതിട്ട് ഇതേവരെ വിൽപ്പന പോകാത്ത ഒരു വീട് ഇവരുടെ തലയിൽ കെട്ടിവെക്കുന്നു. അങ്ങനെ 40 ലക്ഷം രൂപ വീട് മേടിച്ചു കഴിഞ്ഞപ്പോൾ കലാരാജു CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗത്തോട് ചോദിച്ചു, നിങ്ങൾ സഖാവേ, ഞങ്ങളെ സഹായിച്ചതിനൊക്കെ നന്ദി. 1.25 കോടി രൂപയ്ക്ക് വീട് വിറ്റു, 20 ലക്ഷം രൂപയ്ക്ക് വീട് മേടിച്ചു, 20 ലക്ഷം രൂപയ്ക്ക് കടം തീർത്തു. അപ്പോൾ ആ ബാക്കി പണം എനിക്ക് തന്നാൽ എനിക്ക് എന്റെ കുടുംബത്തെ, എന്റെ മക്കളെ പോറ്റാനുള്ള തുകയായിരിക്കും. ഏരിയ കമ്മിറ്റി അംഗം ചോദിച്ചു, ഏത് പണം? പറഞ്ഞു, അല്ല, 1.25 കോടി രൂപയുടെ ബാക്കി പണമുണ്ടല്ലോ, ഏതാണ്ട് 80 ലക്ഷം രൂപ വരും, ആ പണം തന്നാൽ മതി. അയ്യോ, അങ്ങനെ ഒരു പണമില്ല. പാർട്ടി ഏറ്റെടുത്താൽ പാർട്ടി മുഴുവനായിട്ടാണ് ഏറ്റെടുത്തത് എന്ന് പറഞ്ഞാൽ പാർട്ടി 1.25 കോടി രൂപ മുഴുവൻ അങ്ങ് കൊണ്ടുപോയി. ഇത് കലാരാജു ബ്രാഞ്ച് കമ്മിറ്റിയിൽ പരാതി പറഞ്ഞു, ഏരിയ കമ്മിറ്റിയിൽ പരാതി പറഞ്ഞു, ജില്ലാ കമ്മിറ്റിയിൽ പരാതി പറഞ്ഞു. ഈ പരാതികളൊന്നും മുഖവിലേക്ക് എടുക്കാതെ അവരെ മോശമാക്കുന്ന രീതിയിൽ CPM ഇടപെട്ടപ്പോഴാണ് അവർ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനുശേഷം നടന്ന സാഹചര്യം എന്താണ്? ഇവർ വോട്ട് ചെയ്യാൻ വേണ്ടി കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലേക്ക് കടന്നു വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 500 കണക്കിലുള്ള CPM-ന്റെ DYFI-യുടെ ഗുണ്ടകൾ, ആ ഗുണ്ടകൾ ചേർന്ന് അവരെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. പ്രിയപ്പെട്ട കേരള കോൺഗ്രസിന്റെ പ്രിയങ്കരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട ശ്രീ അബു ജോണിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഈ ധർമ്മ സമരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ്. അവരെ ഹൃദയാഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമം. ഈ കലാരാജുവിനെതിരെ
കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായ അക്രമം നമ്മൾ കണ്ടതാണ്. കലാരാജു ഞങ്ങളോടടക്കം മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഒരു ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാരൻ, എന്റെ മകന്റെ പ്രായം മാത്രമുള്ള ഒരു വ്യക്തി, ഞാൻ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി ചെയ്തത് എന്റെ സാരിയുടെ മടിക്കുത്തഴിക്കുക എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞിട്ടും ഞാൻ മുന്നോട്ട് പോകാൻ നേരം ഇവർ സാരിയുടെ ഉള്ളിലെ പാവാടയുടെ ചരട് പൊട്ടിക്കുന്ന രീതിയിലേക്ക് എന്റെ മകന്റെ പ്രായമുള്ള ഒരു ഡിവൈഎഫ്ഐയുടെ ഗുണ്ട ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമം CPM തന്നെ നടത്തുന്നത് എത്രമാത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷമാണ് ചെങ്ങന്നൂരിൽ നിന്നുള്ള ആ വാർത്ത നമ്മൾ കേട്ടത്. കാർന്നപർവ്വത കേസിലെ പ്രധാന പ്രതിയായ ഷെറിൻ, അവർക്ക് ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് പിറ്റേന്നാൾ അവർക്ക് ശിക്ഷ ഇളവിനുള്ള ആ ഫയൽ ഒപ്പിടുകയാണ്. എങ്ങനെയാണ് ഫയൽ ഒപ്പിടുന്നത്? കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട KPCCയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പരസ്യമായി പറഞ്ഞു, ഈ ഷെറിന് പരോൾ ലഭിക്കുന്ന നാളുകളിലൊക്കെ തന്നെ അവരെ വിളിക്കാൻ വരുന്നത് ഒരു ആഡംബര വാഹനമാണ്. ഈ ആഡംബര വാഹനത്തിലുള്ളത് മന്ത്രി ഗണേഷ് കുമാറിന്റെ PA ആണ്. ആർക്ക് വേണമെങ്കിലും എനിക്കെതിരെ പ്രതികരിക്കാം, ആർക്ക് വേണമെങ്കിലും എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ മാനമുള്ളവർക്കാണല്ലോ നഷ്ടമാകാനുള്ളൂ എന്നതോർത്ത് അവർ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടില്ല. എന്ന് പറയുമ്പോ ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ പിറ്റേന്നാൾ ശിക്ഷാ ഇളവിനുള്ള ഫയല് അത് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വരുന്നു. ജയിൽ ഉപദേശക സമിതി പറയുന്നു, ഷെറിൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കുട്ടിയാണ്, നന്നായി ജയിലിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നയാളാണ്. അതുകൊണ്ടാണ് 4 തവണയാണ് ജയിൽ മാറ്റം ഉണ്ടായത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റി, തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് മാറ്റി, പിന്നീടും പല ജയിലുകൾ മാറി. എന്തുകൊണ്ടാണ് ജയിലുകൾ മാറിയത്? ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചതിന്, ജയിലിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന്. ഇങ്ങനെ ജയിൽ ചട്ടങ്ങൾ മുഴുവനായി ലംഘിച്ച ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് കേരളത്തിന്റെ മന്ത്രിസഭ ഒന്നടങ്കം നിന്ന് ശിക്ഷാ ഇളവിന് വേണ്ടി ഉപദേശം കൊടുത്തുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആരുടെ കൂടെയാണ്, ഏത് സ്ത്രീയുടെ കൂടെയാണ് ഈ സർക്കാർ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ കോട്ടയം പട്ടണത്തിന്റെ നടുവിൽ വെച്ചല്ലേ ഒരു പോലീസുകാരനെ അതിമാരകമായി ആക്രമിച്ചത്? ഈ പോലീസുകാർ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ SMEയിലേക്ക് നമ്മളൊരു മാർച്ച് നടത്തുന്നു. ആ മാർച്ചിന് പങ്കെടുക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കെങ്കിലും മനസാക്ഷി ഒറ്റയിട്ടില്ലാത്ത ഏതെങ്കിലും മനസ്സിന് അംഗീകരിക്കാവുന്നതാണോ ആ റാഗിങ്ങിൽ സംഭവിച്ചത്? എന്താണ്? ഡിവൈഡർ വെച്ച് ദേഹത്താകമാനം പരിക്കേൽപ്പിക്കുന്നു, അതിനുള്ളിലേക്ക് ലോഷൻ ഒഴിച്ച് നീറ്റൽ അനുഭവപ്പെടുന്നു, ഡിവൈഡർ സ്വന്തം പൊക്കളിൽ വെച്ച് കറക്കുന്നു. ഇത്ര മാരകമായ അക്രമം ചെയ്തത് ആരാണ്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് ആലേഖനം ചെയ്ത വെള്ളപ്പതാകയേന്ത്യ SFIയുടെ ക്രിമിനലുകൾ ആണ് എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അതിനെതിരെ മാർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസിയുടെ കടമയല്ലേ? അതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. പക്ഷേ ഈ കോട്ടയത്തെ പോലീസ് അവരെ ആക്രമിച്ച ചിത്രം നമ്മൾ കണ്ടതല്ലേ? ഇന്നത്തെ ദിനപത്രങ്ങളിലടക്കം ഇവിടെ ഏറ്റുമാനൂരിലെയും കോട്ടയത്തെയും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട രാജ്മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടല്ലോ, അവരെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച ചിത്രം നമ്മൾ കണ്ടതല്ലേ? പ്രിയപ്പെട്ടവരെ, ആ മാർച്ചിന് നേരെ നിറയൊഴിക്കാൻ, ആ മാർച്ചിന് നേരെ ലാത്തി ഉപയോഗിച്ച പോലീസുകാരാ, നിങ്ങളൊന്ന് ഓർത്തോളൂ, നിങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ ഈ കോട്ടയം ടൗണിന്റെ നടുവിൽ വെച്ച് ഒരു കൊട്ടേഷൻ ഗുണ്ട ആക്രമിച്ചിട്ട് അതിന്മേൽ ഒരു അപലപനീയം പോലും നടത്താൻ പറ്റാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഉള്ളത് എന്ന് പറയുമ്പോ, അയാൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന പോലീസുകാരാ, നിങ്ങൾ ഓർത്തോളൂ, നാളെ നിന്റെയും ഗതി ഇത് തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1 കൊല്ലം മുമ്പാണ് സിദ്ധാർത്ഥന്റെ വിഷയമുണ്ടായത്. ഞങ്ങൾ സിദ്ധാർത്ഥന്റെ നെയ്യാറ്റിൻകരയിലെ വസതിയിൽ പോയവരാണ്. എന്തായിരുന്നു സിദ്ധാർത്ഥന്റെ വിഷയം? പ്രിയപ്പെട്ടവരെ, ഒട്ടേറെ സ്വപ്നങ്ങളും അതിലേറെ പ്രതീക്ഷകളുമായി നെയ്യാറ്റിൻകരയിൽ നിന്ന് വയനാട് ചുരം കയറി വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ എടുത്ത 19 വയസ്സുള്ള സിദ്ധാർത്ഥൻ, അവന്റെ അച്ഛനമ്മമാർ ചേർന്ന് അവിടെ അഡ്മിഷൻ എടുത്ത് തിരിച്ചു വന്ന നാൾ മുതൽ കേൾക്കുകയാണ് റാഗിംഗ്. ആരാണ് റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്?
റാങ്കിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് SFI ആണ്. റാങ്കിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് DYFI ആണ്. അവരെ സംരക്ഷിക്കുന്നത് ആ നാട്ടിലെ CPM ആണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മറ്റൊന്നും പറയുന്നില്ല. സിദ്ധാർത്ഥന്റെ അമ്മ, ഞങ്ങൾ ഒരിക്കൽ ആ വീട്ടിൽ ചെന്നപ്പോ ആ അമ്മ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മോനെ, എന്റെ മകനെ അവർ അതിക്രൂരമായി മർദ്ദിച്ചു. എന്റെ മകനെ ആ ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ ഇറക്കി നിർത്തി പരസ്യ വിചാരണ നടത്തി. എന്റെ മകനെ അവർ മുറിയിൽ പൂട്ടിയിട്ടു. പക്ഷേ അവസാനം എന്റെ മകനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് അവനൊരൊറ്റ വെള്ളം ചോദിച്ചപ്പോ അതുപോലും കൊടുക്കാത്ത നരഭോജികളാണ് മകനെ ഈ SFI-ക്കാരെന്ന് പറഞ്ഞ ആ സിദ്ധാർത്ഥന്റെ അമ്മയുടെ വാക്കുകൾ. ആ വാക്കുകൾ ഈ 1 കൊല്ലം കഴിഞ്ഞും ഇന്നും ഈ നാട്ടിൽ ഉയർന്നു കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ SFI-യുടെ, ഈ DYFI-യുടെ, ഈ CPM-ന്റെ ഈ കാടത്തം, ആ കാടത്തം ക്യാമ്പസുകൾ തൊട്ട് നാട്ടിലെ മൂലകളിൽ വരെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ഇവിടെ അങ്ങ് നാടങ്ങ് അടക്കി ഭരിക്കുകയാണ്. ആ അടക്കി ഭരിക്കലിനിടയിൽ അദ്ദേഹത്തിന്റെ കിങ്കരന്മാരെ മുഴുവൻ വെച്ച് യൂത്ത് കോൺഗ്രസിനെയും UDF-ന്റെ പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. തിരുവനന്തപുരത്ത് മാർച്ച് നടത്തിയാൽ അക്രമം, കോട്ടയത്ത് മാർച്ച് നടത്തിയാൽ ആക്രമിക്കുക, കരിങ്കോടി കാണിക്കാൻ ചെന്നാൽ ഗൺമാൻ അടിക്കുക, ഇവിടെ പൂച്ചട്ടി വെച്ച് തലയ്ക്ക് യൂത്ത് കോൺഗ്രസുകാരെ അടിക്കുമ്പോ ഈ മുഖ്യമന്ത്രി പറയുകയാണ് അത് രക്ഷാപ്രവർത്തനം എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു സംശയം വേണ്ട. കൃത്യം 1 കൊല്ലം കഴിഞ്ഞ് അടുത്ത മെയ് മാസത്തിന്റെ പൊൻപുലരിയിൽ ഈ സംസ്ഥാനത്ത് ഒരു തിരഞ്ഞെടുപ്പ് നടന്ന് ഈ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ ഈ കേരള ജനത ഒരു രക്ഷാപ്രവർത്തനം നടത്തും. ആ രക്ഷാപ്രവർത്തനം എന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിലേക്കുള്ള ധർമ്മ സമരമാണ് ശ്രീ ചാണ്ടി ഉമ്മൻ ഇവിടെ നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ആ SMB-യിലേക്ക് മാർച്ച് നടത്തി ശ്രീ ചാണ്ടി ഉമ്മൻ സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഉൾപ്പെടെ ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയ വ്യക്തിയാണ്. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ നവകേരള സദസ് എന്ന ധൂർത്ത് സദസ്സിന്റെ പേരിൽ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ പുതുപ്പള്ളി ഹൗസിന്റെ താഴെ ഒറ്റയ്ക്ക് കറുത്ത ഉടുപ്പുമിട്ട് താൻ, തന്റെ പോലീസോ തന്റെ പാർട്ടിക്കാരോ എന്നെ ആക്രമിക്കാമെങ്കിൽ ആക്രമിച്ചോളൂ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിഷേധ സമരം നടത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മന്റെ, പ്രിയപ്പെട്ട നമ്മുടെ പൊന്നോമനയായിരുന്ന, പ്രിയപ്പെട്ടവരെ, നവകേരള യാത്ര എന്ന് പറഞ്ഞ്, നവകേരള സദസ് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ നടത്തുന്നുണ്ടല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, പിണറായി വിജയൻ ആദ്യം പറഞ്ഞത് ജനസമ്പർക്ക മോഡൽ ആണ് എന്നാണ്. ജനസമ്പർക്കമല്ല, ജനസമ്പർക്ക മോഡൽ. എന്തായിരുന്നു ജനസമ്പർക്കം എന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ തിരുനക്കര മൈതാനിയുടെ നടുവിൽ ഒരു മനുഷ്യൻ കാലത്ത് 7 മണിക്ക് ഈ നാട്ടിലെ സാധാരണക്കാരെ കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി നിന്ന നിപ്പിൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആ ഗ്രൗണ്ടിലെ അവസാനത്തെ ആളെയും കണ്ടു തീരുമ്പോ പിറ്റേനാൾ പുലർച്ചെ 5 മണിയാകുന്ന നമ്മുടെ പൊന്നോമനയായിരുന്ന ജനകീയനായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കം, ആ ജനസമ്പർക്കം കോപ്പി അടിച്ചുകൊണ്ടാണ് നവകേരള സദസ് എന്ന പേരിൽ പിണറായി വിജയൻ ഇവിടെ നടക്കാൻ വന്നു. നവകേരള സദസ് നിങ്ങൾ ഓർക്കുന്നില്ലേ? നവകേരള സദസ്സിന്റെ ബസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ പത്രക്കാർ ചോദിച്ചു, എന്താണ് ഈ ബസ്സിന്റെ പ്രത്യേകത? AK ബാലൻ പറഞ്ഞു, ഇത് സാധാരണ ബസ്സല്ല, ഈ ബസ് സ്പെഷ്യൽ ബസ്സാണ്. കാരണം ഈ ബസ് കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ച് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവരെ ഇറക്കി നേരെ മ്യൂസിയത്തിൽ കൊണ്ടുവച്ചാൽ മതി, നാട്ടുകാർ ക്യൂ നിൽക്കും ഈ ബസ് കാണാൻ വേണ്ടി. അതെന്താ ആ ബസിന്റെ പ്രത്യേകത? ആകെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലിബാബയും 21 കള്ളന്മാരും എന്ന കണക്കിൽ പിണറായി വിജയന് 20 മന്ത്രിമാര് യാത്ര ചെയ്ത ഈ പ്രത്യേകതയല്ലാതെ മറ്റൊരു പ്രത്യേകതയില്ല. എന്നിട്ട് കണ്ടോ, അവിടെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോ തിരുവനന്തപുരം മ്യൂസിയത്തിൽ ചെന്ന് നോക്കി, ബസ്സുണ്ടോ? അവിടെ ബസ് കാണുന്നില്ല. തമ്പാനൂരിലെ ഡിപ്പോയിൽ ചെന്ന് നോക്കി, ബസ്സുണ്ടോ? അവിടെയും ബസ്സില്ല. ബസ് നോക്കുമ്പോ കോഴിക്കോട്ടെ KSRTC-യുടെ കട്ടപ്പുറത്തിരിക്കുകയാണ്. ആ ബസ്സിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ 2 കോടി രൂപ നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയത്. ബസ് മാത്രമല്ലല്ലോ, പിന്നീട് എത്രയോ സംഭവം നടന്നു. ഇപ്പൊ വ്യവസായ വിപ്ലവമാണെന്നാണ് പറയുന്നത്. പക്ഷേ ആരാണ് ഈ പറയുന്നത്? വളരെ തമാശയാണല്ലോ. കാരണം ശ്രീ നാട്ടകം സുരേഷൊക്കെ ഓർക്കുന്നുണ്ടല്ലോ, പണ്ട് ഈ P രാജീവും KN ബാലഗോപാലും DYFI-യുടെ നേതാക്കന്മാരായിരുന്നപ്പോ അവർ ചെയ്ത സമരത്തിന്റെ കാര്യമൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു? ഇപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ സർവകലാശാല 987-ൽ പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവരാൻ തീരുമാനിച്ചു.
ആ പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്തത് SFIക്കാരായിരുന്നു. പ്രിയപ്പെട്ടവരെ, കൃത്യം 10 കൊല്ലം കഴിഞ്ഞപ്പോ CPM നയം മാറ്റി +2 വന്നു. 1994 ഈ സംസ്ഥാനത്ത് ആദ്യമായി സഹകരണ മേഖലയിൽ ഒരു സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോ അന്ന് CPMകാർ പറഞ്ഞത് ഇത് K സുധാകരന്റെയും K കരുണാകരന്റെയും MV രാഘവന്റെയും കച്ചവടമാണ് എന്ന. ഇത് പറഞ്ഞുകൊണ്ട് കൂത്തുപറമ്പിലേക്ക് MV രാഘവനെ വധിക്കാൻ വേണ്ടി പ്രതിഷേധം എന്ന പേരിൽ മാർച്ച് നടത്തി. അങ്ങനെ ബാബുവും അങ്ങനെ 5 രക്തസാക്ഷികൾ ഒരാൾ ജീവിക്കുന്ന രക്തസാക്ഷിയായി നിലനിന്നു. എന്നിട്ട് CPMകാർ മുഴുവൻ പാടി, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ. പ്രിയപ്പെട്ടവരെ, ഓർക്കുന്നില്ലേ? സത്യത്തിൽ ഈ CPMകാർക്ക് ഇപ്പോൾ അറിയാമോ പുഷ്പൻ ആരായിരുന്നു എന്ന്? സത്യത്തിൽ പുഷ്പൻ എന്തിനാണ് ജീവശവം പോലെ 15 കൊല്ലക്കാലം ആ കട്ടിലിൽ എഴുന്നേൽക്കാൻ പറ്റാതെ കിടന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്വാശ്രയ സമരത്തിന്റെ പേരിലാണ്. 2001 ഈ SFIക്കാർ വിളിച്ച മുദ്രാവാക്യം പാലായിലെ പാതിരിമാർക്കും പാലക്കാട്ടെ പൊട്ടന്മാർക്കും സമസ്ത കേരള നായന്മാർക്കും കോഴിക്കോട്ടെ കോയമാർക്കും സ്വാശ്രയ വിദ്യാഭ്യാസം അടിയറവ് വെച്ച AK ആന്റണി സർക്കാർ തുലയട്ടെ എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ തന്നെയാണ് പിണറായി വിജയന്റെ പൊന്നുമോളായ വീണ വിജയൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡൊണേഷൻ കൊടുത്ത് പഠിക്കാൻ പോയത് എന്ന് പറയുമ്പോ, ഈ കാലയളവിൽ തന്നെയാണ് പിണറായി വിജയന്റെ പൊന്നുമോനായ വിവേക് വിജയൻ ബെർക്കിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയത് എന്ന് പറയുമ്പോ, ഈ കേരളത്തിലെ സാധാരണ SFIക്കാർ അടികൊണ്ട് റോട്ടിൽ ചോര ഒലിപ്പിച്ചു കിടന്ന കാലഘട്ടത്തിലും പിണറായി വിജയൻ അവരെ ചതിക്കുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, 2006 മുതൽ 2011 വരെയാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായത്. അതുമാത്രമല്ല, 2015 പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ആഗോള വിദ്യാഭ്യാസ സമ്മേളനം നടത്താൻ തീരുമാനിക്കും. ആ സമ്മേളനം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി TP ശ്രീനിവാസൻ എന്ന് പറയുന്ന ഈ ലോകം കണ്ട ഒരു നല്ല നയതന്ത്രജ്ഞനെ ഏൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പരിപാടി സംഘടിപ്പിക്കും. അങ്ങോട്ട് SFIക്കാർ ചെന്ന് പറയുന്നു, ഇയാൾ സ്വകാര്യ സർവകലാശാലകളുടെ ഏജന്റാണ്, അതുകൊണ്ട് ഇയാൾക്കിട്ട അടി ചെകിട്ടിന്റെ അടി കൊടുക്കും. അതേ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്, മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനങ്ങൾ എടുക്കാൻ മൂർത്തമായ ഒരു പാർട്ടി വേണം. അതുകൊണ്ട് 2016 TP ശ്രീനിവാസനെ തല്ലിയത് ശരി തന്നെ. അത് തല്ലിയതിന്റെ കാരണം സ്വകാര്യ സർവകലാശാലകൾക്കെതിരായിരുന്നെങ്കിൽ 2024 സ്വകാര്യ സർവകലാശാല കേരളത്തിൽ വേണം. ഇതാണ് CPMന്റെ ഇന്നത്തെ നിലപാട്. എന്നിട്ട് പറയുകയാണ് വ്യവസായ വിപ്ലവം. എന്ത് വ്യവസായ വിപ്ലവം? കേരളത്തിൽ നെടുമ്പാശ്ശേരിയിൽ ഒരു വിമാനത്താവളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അന്ന് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് S ശർമ്മയാണ്. അന്ന് S ശർമ്മയുടെ പ്രസംഗമാണ്, ഈ നെടുമ്പാശ്ശേരിയിൽ ഒരു വിമാനം ഇറങ്ങുന്നുണ്ടെങ്കിൽ അതെന്റെ നെഞ്ചിലൂടെയായിരിക്കും. ഇത് കേട്ട് ഒരുപാട് DYFIക്കാരൻ നെഞ്ചും വിരിച്ച് നെടുമ്പാശ്ശേരിയിൽ സമരം നടത്താൻ പോയി. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, ഈ S ശർമ്മ പിന്നീട് വിമാനത്താവള ബോർഡിന്റെ ഡയറക്ടർ ആയി എന്നത് മാത്രമല്ല, കഴിഞ്ഞ മാസമാണ് പ്രസിഡന്റ് S ശർമ്മയുടെ മകന്റെ കല്യാണം നടക്കുന്നത് വിമാനത്താവള ബോർഡിന്റെ കൺവെൻഷൻ സെന്ററിൽ, സിയാൽ കൺവെൻഷൻ സെന്ററിൽ. ഉളുപ്പില്ലായ്മയെ നിന്റെ പേരോ കമ്മ്യൂണിസം എന്ന് ചോദിച്ചാൽ അതൊരു അതിശയോക്തിയാകുമോ? അതുമാത്രമല്ല, എക്സ്പ്രസ് ഹൈവേ വന്നു. എന്തായിരുന്നു എക്സ്പ്രസ് ഹൈവേക്കെതിരെ സഹാക്കന്മാരുടെ പരാതി? ഗോപാലൻ ചേട്ടന്റെ പശുവിന് അപ്പുറം നിന്ന് ഇപ്പുറത്തേക്ക് വരാൻ പറ്റില്ല. കിഴക്ക് വശത്തുള്ള പെണ്ണിന് പടിഞ്ഞാറ് വശത്തുള്ള പുരുഷനെ പ്രേമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എക്സ്പ്രസ് വേ വേണ്ട. ഇന്ന് നാഷണൽ ഹൈവേയുടെ PR വർക്കുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസ് എത്രമാത്രം പണിപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഗെയിൽ പൈപ്പ് ലൈൻ വലിച്ചപ്പോ ഗ്യാസ് ബോംബാണെന്ന് പറഞ്ഞത് ഇതേ P രാജീവാണ്. വ്യവസായ മേഖലയിൽ ADB സംഘം ഒരു വായ്പ തരാൻ വേണ്ടി കേരളത്തിൽ വന്നു. പ്രിയപ്പെട്ടവരെ, ADB സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ കാണുന്നത് കരിയോയിലിൽ കുളിച്ചു നിൽക്കുന്ന അന്ന് DYFIയുടെ നേതാവ് KN ബാലഗോപാൽ, അന്നത്തെ DYFIയുടെ നേതാവ് P രാജീവ്, ഇവരാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇവർ പറഞ്ഞു, ഇവർ സാമ്രാജ്യത്വ ശക്തികളുടെ ഏജന്റാണ്, ഇവർ മുതലാളിത്തത്തിന്റെ വക്താക്കന്മാരാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കറിയുമോ, കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായ ബാലഗോപാലും കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായ രാജീവും വിദേശ ബാങ്കുകളുടെ വരാന്തയിൽ പോയി കൈകൂപ്പി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഒരല്പം വിദേശ വായ്പ നടത്തണം.
എന്തിനു വേണ്ടിയിട്ടാ? കിഫ്ബിയിൽ റോഡ് പണിയാൻ വേണ്ടി. ഇങ്ങനെ വാക്കുമാറ്റി പറഞ്ഞ ചരിത്രമുള്ള CPM പറയുകയാണ് വ്യവസായ വിപ്ലവമാണ് കേരളത്തിൽ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൽ സമൂലമായി ക്രമസമാധാന തകർച്ച, കുട്ടികൾക്ക് വരെ രക്ഷയില്ല, റാഗിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടും അതിൽ ക്രിയാത്മകമായി ഇടപെടാത്ത സർക്കാരിനെതിരായിട്ടുള്ള ഈ ധർമ്മസമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA-ക്ക് ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.